അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചിക്കൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൽ ഒരു ഫുൾ ചിക്കൻ വിത്ത് ഗ്രേവി നല്ല അടിപൊളിയായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി മുഴുവനായിട്ടുള്ള ഒരു ചിക്കൻ കട്ട് ചെയ്യാതെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലോണം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മസാലകളെല്ലാം ചേർത്ത് ചിക്കനിൽ നന്നായി പുരട്ടി വെക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറിയ തക്കാളി, ചെറുതായതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സവാളയും ചെറുതാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി. ഒരു പച്ചമുളക്, കുറച്ചധികം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മസാലകളാണ്. അതായത് ഇതെല്ലാം കൂടി ഞാനൊരു പ്ലേറ്റിലിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. അതായതുകൊണ്ട് കൂടുതൽ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കൂടുതൽ എരിവ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക്. ഇതെല്ലാം കൂടി നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കൻക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. അത് ഞാൻ ടീസ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയണില്ല. ലാസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായി കുഴച്ച് കൊടുക്കണം. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കാല് രണ്ടും കൂടി ഞാൻ ഒരു ചെറിയ നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചേർക്കാതെ വേവിക്കുന്നത് കൊണ്ട് ആണ് 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ അതിൻ്റെ മസാലകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്നുകൂടെ കുഴച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 20 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ചിക്കൻ ആയതുകൊണ്ടാണ് 20 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളത്. ചെറിയ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മതിയാകും. ഇനി ഈ ചിക്കന് അടുപ്പിലൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാക്കിയിട്ട് ഈ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കന് ഏകദേശം എല്ലാ സൈഡിലും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വഴറ്റിയെടുക്കാനുണ്ട്. ഇതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി കട്ടാക്കിയത്, 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടി ഈ എണ്ണയിലിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. ഓരോന്നായി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച 2 മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കുക.
സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യട്ടെ. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞിട്ടാൻ വേണ്ടി. തക്കാളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഈ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ തക്കാളി ഇവിടെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഈ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലകളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടുതൽ വേവേണ്ടതില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലെ മസാലകളൊക്കെ ചിക്കനിൽ ഒന്ന് പിടിക്കുന്ന രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴുള്ള അതിലെ ഗ്രേവി കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നല്ലവണ്ണം ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആവാൻ വെച്ച് കൊടുക്കുക. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ കിടന്ന് നന്നായി തിളക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ടും വേണം നിങ്ങളുടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.